ിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ നാട്ടുകാർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഗിൽഗാൽ ഗോസ്ബൽ മിനിസ്ട്രിയും മാവൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചും ചേർന്നൊരുക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ദേശത്തിൻ്റെ പല കോണുകളിൽ ലഹരി വിരുദ്ധ യാത്ര നടത്തിക്കൊണ്ട് ഇന്ന് ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അല്പനേരത്തെ ശ്രദ്ധയെ ഞങ്ങൾ ഈ ശബ്ദവാഹിനിയുടെ അടുത്തേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. വീഥികളിലും ബീച്ചുകളിലും ഞങ്ങളെ ശ്രദ്ധിച്ചു കൊള്ളുന്ന, ഭവനങ്ങളിലും ഞങ്ങളെ ശ്രദ്ധിച്ചു കൊള്ളുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ സമൂഹത്തെ മുച്ചൂട് മുടിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വിഭക്തികളായ ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണ യാത്രയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹനീയ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഇന്ന് കാലത്ത് പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ മീറ്റിംഗ് ഒരു ബോധവൽക്കരണ യാത്ര ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ന് ഒരുപാട് കാര്യങ്ങളുടെ മുന്നിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ലോക രാജ്യങ്ങളോട് പോലും കിടപിടിക്കുന്ന തരത്തിൽ വികസനത്തിൻ്റെ കാര്യത്തിലായാലും സാംസ്കാരികത്തിൻ്റെ കാര്യത്തിലായാലും വിനോദത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ന് വളരെ മുന്നിലാണ്. എന്നാൽ കുറച്ചു കാലങ്ങളായി നാം കേരളത്തെ മൊത്തത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യുവതിയുവാക്കളെ കാർന്നു തിന്നുന്ന ഒരു ലഹരിക്ക് അടിമപ്പെട്ടു പോയിരിക്കുകയാണ് നമ്മുടെ പുതു തലമുറകൾ. കേരള ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളം കാണാനെത്തിയ വിദേശികളുടെ എണ്ണം 2 കോടികളിൽ കൂടുതലാണെന്ന് നമ്മുടെ സർക്കാർ വൃത്തങ്ങൾ പുറത്തുവിടുന്നത് കണക്ക്. കേരളത്തിന്റെ ഭൂപ്രകൃതിയും സാംസ്കാരിക പൈതൃകത്തെയും എല്ലാം കാണുവാൻ ലോകം കേരളത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ജീവിക്കുന്ന തലമുറകൾ ഒരു മാരകമായ വിപത്തിലൂടെയാണ് അകപ്പെട്ടു പോയിരിക്കുന്നതെന്ന് നാം ഈ സമയം ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ദേശത്തേക്ക് നാം ഒറ്റുനോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളും കൊടും പീഡനങ്ങളും അതുപോലെ മറ്റു പ്രവൃത്തികളും എല്ലാം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അർണോൾഡ് ടോമിയോ എന്ന ഒരു എഴുത്തുകാരൻ ഇങ്ങനെ പറയുകയുണ്ടായി: ലോകത്ത് ഉയർന്നു വന്ന 21 നാഗരികതകളിൽ 19 എണ്ണവും തകർന്നു പോകുവാൻ കാരണം മദ്യമാണെന്ന്. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് ഒരു ഭയം തോന്നുകയാണ്. ലോകത്ത് വളർന്നു വന്നിരുന്ന, പ്രപഞ്ചത്തിൽ തല ഉയർത്തി നിന്ന 21 നാഗരികതകളിൽ 19 എണ്ണം തകർന്നു വീഴുവാൻ കാരണം അതിന് പുറകിലെ വില്ലൻ മദ്യമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നാം ചിന്തിക്കേണ്ട ആവശ്യമാണ്. നമ്മുടെ കേരളത്തിലെ പ്രശസ്തനായ കവി ശ്രീ മുരുകൻ കാട്ടാക്കട ഇങ്ങനെ എഴുതുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കവിതയിൽ, കന്നഡ എന്ന കവിതയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതുകയുണ്ടായി: പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടാമധ്യ കുപ്പികൾ കാണാം, പലിശപ്പട്ടിണിക്ക് അടികേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. വളരെ ചിന്തിക്കേണ്ട വരികളാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. നാം ഒന്ന് ഓർത്തു നോക്കൂ, മദ്യത്തിലും മയക്കുമരുന്നിലും അകപ്പെട്ടുകൊണ്ട് എത്രയെത്ര കുടുംബങ്ങളാണ് വഴിയാധാരമായത്, എത്രയെത്ര പ്രസ്ഥാനങ്ങളാണ് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു പോയത്, എത്രയോ കുടുംബ ബന്ധങ്ങളാണ് ആത്മഹത്യയിലേക്കും അതുപോലെ മറ്റു പ്രവർത്തികളിലേക്കും നീങ്ങിപ്പോയിരിക്കുന്നത്. എന്നാൽ എഴുത്തുകാരനും ചിന്തകനുമായ ഷേക്സ്പിയർ മദ്യത്തിന് ഇങ്ങനെ ഒരു പേര് നൽകി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: സമൂഹത്തെ തകർക്കുന്ന, യുവതിയുവാക്കളെ തകർത്തെറിയുന്ന, അതുപോലെ പ്രസ്ഥാനങ്ങളെ തകർത്തു കളയുന്ന മദ്യത്തിന് അദ്ദേഹം കൊടുത്ത പേര് ചെകുത്താൻ എന്നായിരുന്നു. അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേര് വളരെ വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പേര് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ മദ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി: അതൊരിക്കലും ഉണ്ടാക്കരുത്, ആർക്കും കൊടുക്കരുത്, അത് ഉപയോഗിക്കരുത് എന്ന്. നമ്മുടെ പിന്നോട്ടുള്ള കാലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ മദ്യത്തിന്റെയോ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെയോ അളവുകൾ വളരെ വളരെ കുറവായിരുന്നു നമ്മുടെ സമൂഹത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കല്യാണങ്ങളാകട്ടെ, മരണങ്ങളാകട്ടെ, ആഘോഷങ്ങളാകട്ടെ, എന്തുമാകട്ടെ, അതിനെല്ലാം മദ്യത്തിന്റെ പുഴകളാണ് നമ്മുടെ ദേശത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമ്മളെ തേടി നമ്മുടെ സമൂഹത്തിൽ എത്തുന്നത് എന്ന് നാം ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പ്രിയ സ്നേഹിതന്മാരെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, എത്ര കുടുംബങ്ങളാണ് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. എത്ര തലമുറകളാണ്, എത്ര യുവതി യുവാക്കളാണ് അവരുടെ ജീവിതം പാതി വഴിക്കൽ വെട്ടി ഈ മദ്യത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. നാളത്തെ IAS ആവേണ്ടവർ, നാളത്തെ IPS നാളത്തെ മത രാഷ്ട്രീയ നേതാക്കന്മാരാകേണ്ടവർ
അതുപോരാതെ നാളത്തെ ഈ ഭരണചക്രങ്ങൾ തിരിക്കേണ്ട എത്രയോ എത്രയോ തലമുറകളാണ് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ അകപ്പെട്ടുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. പ്രഭാതത്തിൽ നമ്മളെ തേടിയെത്തുന്ന വാർത്ത നാം ആർത്തിയോടെ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒത്തിരി ഒത്തിരി മദ്യത്തിനും മയക്കുമരുന്നിനും അരാജകത്തിലും പെട്ടുകൊണ്ട് ഒത്തിരി വാർത്തകൾ നമ്മളെ തേടിയെത്തുന്നു. എന്നാൽ ആ മദ്യത്തിന്റെയും ആ വാർത്തകളെല്ലാം നാം വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നു, കുറ്റം ചെയ്യുന്ന നേരത്ത് പ്രതി അധികമായി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന വാർത്തകൾ നാം കാണുന്നു. ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് പ്രതി ഒരുപാട് മദ്യലഹരിയിലായിരുന്നു, അല്ലെങ്കിൽ മറ്റേതോ ഒരു ലഹരി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു കൃത്യം നടത്തിയതെന്നെല്ലാം വാർത്തകൾ നാം കേൾക്കുന്നു. നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് വളരെ അപകടകരമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രത്യാശയുടെ ആധാരമായ വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ പറയുകയുണ്ടായി, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന്. 2026 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരികയും യേശുക്രിസ്തു ഇങ്ങനെ പറയുകയും ഉണ്ടായി, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന്. എന്നാൽ ഈ വളർന്നു വരുന്ന തലമുറകൾ എങ്ങനെയാണ് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എല്ലാം ഇടപെട്ടു പോകുന്നതെന്നും അതിൽ കുടുങ്ങിപ്പോകുന്നതുമെന്നും നാം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ പറ്റും, മനുഷ്യന്റെ അകത്ത് വ്യാപരിക്കുന്ന പാപം കൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ഈ തെറ്റുകളിലേക്ക് നടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്നാൽ ഈ പാപത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു മോചനം നേടാം എന്നാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന പാപത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുക. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ആരാണ് യേശു ക്രിസ്തു എന്ന്? ആരാണ് യേശു ക്രിസ്തു എന്ന ചോദ്യത്തിന് ലോകത്തിലെ മഹാന്മാരായ 3 വ്യക്തികൾ പറഞ്ഞൊരു മറുപടി ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് EMS നമ്പൂതിരിപ്പാട് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കഥകൾ സത്യമോ മിഥ്യയോ എന്ന് തെളിയിക്കുവാൻ ഞാൻ ആളല്ല. എന്നാൽ എനിക്കൊന്നറിയാം, യേശു ക്രിസ്തു അനേക ആയിരങ്ങൾ പിൻപറ്റുന്ന സമുന്നതനായ ഒരു നേതാവാണ് യേശു ക്രിസ്തു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളായിരുന്നു, കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ സഖാവ് EMSന്റെ. എന്നാൽ രാജാറാം മോഹൻ റോയ് യേശുവിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, കുഞ്ഞാട് പോലെ നിഷ്കളങ്കനാണ് ക്രിസ്തു, കുറുംബ്രാവ് പോലെ നിർദോഷിയാണ് ക്രിസ്തു, വെളിച്ചം പോലെ പരിശുദ്ധനാണ് ക്രിസ്തു. ഭാരതത്തിന്റെ വെളിച്ചമെന്ന് നാം വിശേഷിപ്പിക്കുന്ന സ്വാമി വിവേകാനന്ദൻ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പറഞ്ഞ വാക്കുകൾ ഞാൻ ഇവിടെ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, മനുഷ്യനായി ജനിച്ച ഒരുവനെ ദൈവമായി ഭജിച്ചാരാധിക്കണമെങ്കിൽ ക്രിസ്തുവോളം യോഗ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. ആ സ്വാമിയുടെ വാക്കുകൾ ഈ ദേശത്തോട് ഒരിക്കൽ കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനായി ജനിച്ച ഒരുവനെ ദൈവമായി ആരാധിക്കണമെങ്കിൽ ക്രിസ്തുവോളം യോഗ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. എന്നിട്ട് ആ സ്വാമികളുടെ വാക്കുകളിൽ അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർക്കുകയുണ്ടായി, ഞാൻ അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ എന്റെ ഹൃദയം പറിച്ച് ഞാൻ ആ ക്രിസ്തുവിന്റെ കാൽ കഴുകുമായിരുന്നു എന്ന് പറയുകയുണ്ടായി. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളായിരുന്നു അത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു പ്രശസ്തനായ ഒത്തിരി വ്യക്തികൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തോട് പടപൊരുതിയ നമ്മുടെ കാവൽ മാലാക എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്ന ശ്രീ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, ഈ കൂറ്റൻ രാജ്യത്തെ ഒരു ദിവസം ഭരിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇവിടുത്തെ വഴി നേരെയാക്കുമെന്നോ, ഞാൻ ഇവിടുത്തെ പാവങ്ങൾക്ക് വീട് കെട്ടിക്കുറക്കുമെന്നോ അരിക്ക് വില കുറയ്ക്കുമെന്നോ ഒന്നുമല്ലായിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, മദ്യത്തിന്റെ സ്രോതസ്സുകൾ ഞാൻ കണ്ടെത്തി എന്നേക്കുമായി ഈ രാജ്യത്തിൽ നിന്ന് ഞാൻ അതിനെ കെട്ടുകെട്ടിക്കുമെന്നായിരുന്നു. മദ്യവിമുക്ത ഭാരതമാക്കി മാറ്റുമെന്നായിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ വാക്കുകൾ. എന്നാൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ തലമുറകൾ നശിച്ചു പോകുന്ന ഈ പാതയിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ തലമുറകളെ വീണ്ടെടുക്കാൻ പറ്റുമെന്ന ഒരു വാർത്തയാണ് ഞങ്ങൾ നിങ്ങളെടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് ഇതിനകത്തു നിന്ന് ഒരു രക്ഷ നേടുവാൻ നമുക്ക് കഴിയുകയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ തലമുറകളുടെ പോക്കുകൾ എങ്ങോട്ടാണെന്ന്. ഒത്തിരി കുടുംബങ്ങളാണ് വഴിയാധാരമായി പോയിരിക്കുന്നത്. അതെ, ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടി ദേശത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടാമധ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണിക്ക് അടിവേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ എത്ര പേരാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് ആത്മഹത്യയിലേക്ക് നടന്നുപോയത്. ഇനി നമ്മുടെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന, നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് അകപ്പെട്ടു പോകാതിരിക്കുവാൻ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനോട്
പ്രാർത്ഥിക്കാം. നിങ്ങൾ